ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മന്നവനാമേശുവിനോടു കൂടെ വാണിടും മന്നവനാമേശുവിനോടു കൂടെ വാണിടും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെയും നിത്യവാസമാമേ കർത്താവിനോടു കൂടെയും നിത്യവാസമാമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യവും 5-ാം വാക്യവും നമുക്ക് വായിക്കാം. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ ദർശനം കാണുകയാണ്. എവിടെയാണ്? ദേവാലയത്തിലാണ്. 5-ാമത്തെ വാക്യം എന്താണ്? അനുഭവം എന്താണ്? എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ യഹൂദനെ വിളിച്ചിരുന്നതായ പേര് പുസ്തകമുള്ള ജനമെന്നാണ്. യഹൂദന്മാർക്ക് മറ്റ് ജാതികൾ കൊടുത്തിരുന്നതായ പേര് പുസ്തകമുള്ള ജാതി എന്നാണ്. എന്നുവെച്ചാൽ അനുസരിക്കേണ്ടതായ കൽപ്പനകൾ, ജീവിക്കേണ്ടതായ വഴികൾ, പെരുമാറേണ്ടതായ രീതികൾ എങ്ങനെയാണ്, സ്വഭാവങ്ങളെല്ലാം എങ്ങനെയാണെന്ന് എഴുതി കിട്ടിയ ജാതിയാണ്. അതാണ് പുസ്തകമുള്ള ജാതി എന്ന് വിളിച്ചിരുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ മോശ തന്നെ ഇത് പറയുന്നുണ്ട്. എന്താണ് പുസ്തകമുള്ള ജാതി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥമെന്ന്? ആവർത്തന പുസ്തകം 4:8. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഇത്ര നീതിയും ഇത്ര ചട്ടങ്ങളുമുള്ള ശ്രേഷ്ഠ ജാതി. പ്രിയപ്പെട്ടവരെ, അവർക്കെല്ലാം എഴുതി കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നല്ല. അതാണ് പുസ്തകമുള്ള ജാതി എന്ന് യഹൂദനെ വിളിച്ചിരുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ക്രിസ്ത്യാനികളെയും അതുപോലെ ഒരു പേരിലോ അല്ലെങ്കിൽ ഒരു പ്രമാണത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചിരുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം വായിച്ചാൽ നമുക്ക് കാണാം, ഒരു ക്രിസ്ത്യാനിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്തായിരിക്കണം, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ പിന്നിലുള്ളതായ ശക്തി എന്തായിരിക്കണമെന്ന്. എന്തായിരിക്കണം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന്, ക്രിസ്തുവിനെ പിൻപറ്റി ജീവിക്കണമെന്ന് ഒരു ക്രിസ്ത്യാനിയെ പ്രേരിപ്പിക്കുന്നതായ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്നു, അതിനൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. അത് ഇലക്ട്രിസിറ്റിയാണ്, കറണ്ടാണ് അതിന് ഡ്രൈവിംഗ് ഫോഴ്സ്. നിങ്ങളെല്ലാം വണ്ടി ഓടിച്ചു വന്നവരാണ്. ആ വണ്ടിക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. അതൊന്നില്ലെങ്കിൽ ഡീസലാണ്, അല്ലെങ്കിൽ പെട്രോളാണ്, ഒന്നും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കും. അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ ഒരു ക്രിസ്ത്യാനിക്കും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട് എന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചു. എന്താണത്?
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം, അതാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തിനാണ് നിർബന്ധിക്കുന്നത്? ക്രിസ്ത്യാനിയായിട്ട് പള്ളിയിൽ പോയി മാമോദീസ മുങ്ങാനാണോ നിർബന്ധിക്കുന്നത്? പെരുന്നാളേറ്റ് കഴിക്കാനാണോ ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം എന്താണ്? ഒരു ക്രിസ്ത്യാനിയെ, എന്തിനാണ് ക്രിസ്ത്യാനിയെ ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നത്? പള്ളിയിൽ മെമ്പർഷിപ്പ് എടുക്കാനാണോ? പള്ളിയിൽ പെരുന്നാളേറ്റ് കഴിക്കാനാണോ പ്രിയപ്പെട്ടവരെ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനൊന്ന് പോകാൻ വേണ്ടി മാത്രമാണോ പ്രേരിപ്പിക്കുന്നത്? അല്ല. എന്തിനാണ് പ്രേരിപ്പിക്കുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്ത്യാനിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. അങ്ങനെ പ്രമാണമുള്ള ജാതിയാണ് ക്രിസ്ത്യാനി, പുസ്തകമുള്ള ജാതിയാണ് യഹൂദൻ. ക്രൈസ്തവനും പ്രമാണമുള്ളവനാണ്. പ്രമാണമെന്ന് വെച്ചാൽ യേശുവിൻ്റെ സ്നേഹം നിർബന്ധിച്ചിട്ട് എനിക്ക് വേണ്ടി മരിച്ച യേശു, ആ യേശുവിന് വേണ്ടി ജീവിക്കുന്നവനാണ് ഞാൻ, ആ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ളതായ ആ പ്രമാണമുള്ളവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ ഭാഗ്യവശാൽ ദേവാലയത്തിൽ കയറാൻ അനുവാദം കിട്ടിയ പ്രവാചകനാണ്. അക്കാലത്ത് പ്രവാചകന്മാർക്കെല്ലാവർക്കും ദേവാലയത്തിൽ കയറാൻ അനുവാദം കിട്ടിയിരുന്നില്ല. നമുക്കറിയാം, യെരമ്യാ പ്രവാചകനെയൊന്നും ദേവാലയത്തിനകത്തേക്ക് കയറ്റിയില്ല. യെരമ്യാ പ്രവാചകൻ ദേവാലയത്തിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ആമോസിനെയൊന്നും ദേവാലയത്തിലേക്ക് കയറ്റിയില്ല, കാരണം ദേവാലയത്തിൽ അവരെ അംഗീകരിച്ചില്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകനെയും ദേവാലയത്തിലേക്ക് കയറ്റിയില്ല. അവൻ യഹൂദയ മരുഭൂമിയിലാണ് അവൻ പ്രസംഗിച്ചത്. പക്ഷേ യെശയ്യാ പ്രവാചകൻ അവൻ രാജാവിൻ്റെ ബന്ധുവായിരുന്നതുകൊണ്ട് അവന് ദേവാലയത്തിനകത്ത് കയറാൻ അനുവാദം കിട്ടിയിരുന്നു. അവൻ ആ ദേവാലയത്തിലേക്ക് കയറി കിട്ടിയതായ അനുഭവങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ആ ആലയത്തിനകത്ത് കയറിയപ്പോൾ ഞാൻ നശിച്ചു 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 എന്നുള്ളതായ ഒരു ബോധം അവന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവാലയത്തിൽ യെശയ്യാവിന് ഈ ബോധം കിട്ടുന്നതിന് കുറച്ചു കാലം മുമ്പ് ആ ദേവാലയത്തിൽ തന്നെ മറ്റൊരാൾ കയറി. അത് ഊസിയ രാജാവാണ്. ആ ഊസിയ രാജാവിന് ചില അനുഭവങ്ങളുണ്ടായി. ആ ദേവാലയത്തിൽ കയറിയ ഊസിയ രാജാവിന് വേറെ ചില അനുഭവങ്ങളുണ്ടായി. എന്താണ് ചില അനുഭവങ്ങളെന്ന് തിരുവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായം എടുത്താൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 26-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 2 തിരുവൃത്താന്തം 26:16. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ഊസിയ രാജാവിന്റെ കാര്യമാണ് പറയുന്നത്. അവൻ 16-ാമത്തെ വയസ്സിൽ രാജാവായി. നല്ല എക്സലന്റ് പേഴ്സണാലിറ്റി ആയിരുന്നു, നല്ല വ്യക്തിത്വമായിരുന്നു. എല്ലാത്തിനും ഈസ് എ റിമാർക്കബിളി സക്സസ് പേഴ്സൺ എന്ന് പറയും. എന്ന് വെച്ചാൽ ആർക്കും കുറ്റം പറയാനില്ലാത്തവണ്ണമുള്ളതായ, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കി. നല്ല ഭരണം, നല്ല യുദ്ധങ്ങൾ ചെയ്തു, കൃഷിയിടങ്ങളുണ്ടാക്കി, ഒരുപാട് പട്ടാളത്തെ ഉണ്ടാക്കി, എല്ലാം വീടുകൾ പണിതു, പ്ലാനിങ് നടത്തി, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു രാജാവായിരുന്നു ഊസിയ രാജാവ്. നിങ്ങൾ ആ 2 ദിനവൃത്താന്തം 26-ാം അധ്യായം, ചെറിയ അധ്യായമായിരുന്നു, വായിച്ചു നോക്കിയാൽ കാണാം. അവൻ ചെയ്തതായ കാര്യങ്ങളെല്ലാം എല്ലാം പ്രശംസനീയമായ കാര്യങ്ങളാണ്. മറ്റാരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ ഊസിയ രാജാവ് ചെയ്തത്. പക്ഷേ ഊസിയ രാജാവിന് 16-ാമത്തെ വയസ്സിൽ അവൻ രാജാവായി. പതുക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊന്ന് കയറാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ ഒരു പാപം കടന്നു വരാൻ തുടങ്ങി. ഏത് പാപമാണ് കടന്നു വരുന്നത്? നിഗളം എന്ന പാപം ഗ്രാജ്വലി ഇൻവേഡഡ് എന്ന് പറയും. നിഗളം എന്ന പാപം, ഞാൻ ആരോ ആണെന്നുള്ളതായ പാപം ആ രാജാവിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. ആ രാജാവ് ഈ ദേവാലയത്തിൽ തന്നെ ആ രാജാവ് ചെന്നു. 16-ാമത്തെ വാക്യം. അടുത്ത 2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. 19-20 വാക്യം. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസ്സിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ
അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. 20 മഹാപുരോഹിതനായ അസരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു കാര്യം സംഭവിച്ചു. ഈ രാജാവ് അവിടെ നിഗളം വന്നിട്ടാണ് കയറിയത്. പ്രാർത്ഥിക്കാൻ കയറിയതല്ല, ആരാധനയ്ക്കായിട്ട് കയറിയതല്ല. താൻ ആരോ ആണ്, താൻ ഇപ്പോൾ ഒരു അധികാരിയൊക്കെയാണ്. ആ ഭാവത്തോടെ ദേവാലയത്തിലേക്ക് കയറിയിട്ട് ദേവാലയത്തിൽ ചെയ്യാൻ മേലാത്ത കാര്യങ്ങൾ അവൻ ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടെ നിഗളം വന്നു. എന്താണ് സംഭവിച്ചത്? അവൻ കോപിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠരോഗം വരാൻ തുടങ്ങി. അത് അവിടെ നിന്ന് മനുഷ്യരെല്ലാവരും കണ്ടു. അവനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ കാണാം, അവൻ മരിക്കുന്നത് വരെയും അവൻ്റെ കുഷ്ഠരോഗം മാറിയില്ല. അവനെ രാജകൊട്ടാരത്തിൽ പാർപ്പിച്ചതുമില്ല. അവൻ വേറൊരു സ്ഥലത്ത് മാറി പാർത്തു, കുഷ്ഠരോഗം വന്നതുകൊണ്ട്. അങ്ങനെ ഒരു സംഭവം ആ ദേവാലയത്തിലുണ്ടായി. അതേ ദേവാലയത്തിലാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ രാജാവിൻ്റെ ബന്ധുവായ യെശയ്യാ പ്രവാചകൻ കടന്നു ചെല്ലുന്നു. പ്രവാചകൻ പറയുകയാണ്, ഞാൻ നശിച്ചു എന്നാണ് പ്രവാചകൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഊശിയാവിന് സംഭവിച്ചത്? ഏതാനും നാൾ മുമ്പ് ആത്മീയ രംഗത്തേക്ക് വന്നിട്ട് കുഷ്ഠം സമ്പാദിച്ചു. ദേവാലയത്തോടടുത്തിട്ട് ഉസിയാവിന് കിട്ടിയത് എന്താണ്? കുഷ്ഠരോഗമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മീയ രംഗത്തേക്ക് അടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ജാഗ്രതയുള്ളവരായിരിക്കണം. ആത്മീയ രംഗത്തേക്ക് നാം അടുത്ത് വരുമ്പോൾ ഉസിയാവിന് കുഷ്ഠരോഗമാണ് കിട്ടിയത്. അതിൻ്റെ കാരണം അവൻ്റെ നിങ്ങള മനസ്സായിരുന്നു. അതിനുശേഷം ഉസിയാവ് മരിച്ചു കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. പ്രവാചകൻ എന്ത് മനസ്സിലായി? ഞാൻ നശിച്ചു. എന്താണ് പ്രവാചകൻ പറയുന്നത്? പ്രവാചകൻ്റെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ബോധം വന്നു. പ്രവാചകൻ പറയുന്നത് തനിക്ക് ഏതെങ്കിലും സാമ്പത്തിക നഷ്ടം വന്ന് നശിച്ചു എന്നല്ല, രോഗം വന്ന് നശിച്ചു എന്നല്ല പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? എൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. എൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണെന്ന് യെശയ്യാ പ്രവാചകന് ബോധം വന്നു. അതാ പറഞ്ഞത്, ഞാൻ നശിച്ചു എന്ന് പറഞ്ഞത്. എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ബോധം അവിടെ പ്രവാചകനുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം, ആത്മാവ് നഷ്ടപ്പെട്ടാൽ, ദൈവമക്കളെ, നിങ്ങൾ പഴയ നിയമകാലത്തേക്ക് നോക്കിയാൽ കാണാം, ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി ഗോത്രപിതാക്കന്മാർ കാത്തിരുന്നത് പോലെ ദൈവം ശില്പിയായി പണിയുന്നതായ ആ ഒരു രാജ്യത്തേക്ക് ഞാൻ പോകുന്നവനല്ല എന്ന് പ്രവാചകന് മനസ്സിലായി. രണ്ടാമത്, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. അവൻ മരിക്കാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 12-ാം അധ്യായം 13-ാമത്തെ വാക്യം, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ മരിക്കാൻ നേരത്ത് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ദാനിയേലേ, പോയിക്കൊള്ളുക, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും എന്ന് ജീവനുള്ള ദൈവം ദാനിയേലിനോട് പറഞ്ഞു. ആ ദൈവം ഞാൻ മരിക്കാൻ നേരത്ത് എന്നോട് പറയൂല എന്ന് യെശയ്യാവിന് ബോധ്യം വന്നു. ദാനിയേൽ മരിക്കാൻ നേരത്തെ ദൈവം പറഞ്ഞു, ദാനിയേലേ, പൊയ്ക്കോ, വിശ്രമിച്ചു, കാലാവസാനത്തിൽ ഓഹരി മേടിക്കാൻ നീ എഴുന്നേറ്റ് വരും. ആ പ്രവാചകനോട് കാലത്തിൻ്റെ അവസാനം നിന്റെ ഓഹരി ലഭിക്കാൻ നീ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞ ആ ദൈവം എന്നോട് ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതിയിൽ പറയില്ല എന്ന് യെശയ്യാവിന് നല്ല തെളിഞ്ഞ ബോധം വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്
സമാധാന ദേശത്തേക്ക്, ദൈവത്തിന് സ്തോത്രം, ഇളകാത്ത രാജ്യത്തേക്ക് എന്നെ ദൈവം ചേർക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇളകാത്ത രാജ്യം പ്രാപിക്കും. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടെ ഞാൻ ദൈവത്തെ സേവിക്കുന്നു. ആ ഇളകാത്ത രാജ്യം മരണശേഷം വിശ്രമിച്ച് കാലാവസാനത്തിൽ ലോകം ലഭിക്കാൻ എഴുന്നേറ്റ് ചെല്ലും എന്നുള്ള ബോധ്യത്തോടുകൂടെ ആണോ നാം ജീവിക്കുന്നത് പ്രിയപ്പെട്ടവർ? ആ ബോധ്യം നമുക്കുണ്ടോ? അതില്ല എന്ന് പ്രവാചകന് ബോധ്യം വന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കാണ് ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിരുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചൊരു സമയമായിരുന്നു. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് മാമോദീസ വെള്ളം തലയിൽ വീഴുമ്പോഴൊക്കെയാണെന്ന് നാം ചിന്തിച്ചു പോകും. ആത്മീയ ജീവിതം യഥാർത്ഥമായി നാം അറിഞ്ഞ് ആരംഭിക്കുന്നത് പാപബോധം വന്നിട്ട്, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായിട്ട്, ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയിൽ ഞാൻ ദൈവരാജ്യത്തിൽ കിടക്കാൻ സാധ്യമല്ല എന്നന്ന് ആ പ്രവാചകന് ബോധ്യം കിട്ടി. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ വാസ്തവത്തിൽ അതിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പാപബോധത്തോടുകൂടെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഓർക്കാറുണ്ട്, പീലാത്തോസൊക്കെ യേശുവിനെ മുട്ടി ഉരുമി അങ്ങ് പോയത്. പീലാത്തോസ് എത്ര പ്രാവശ്യം യേശുവിനോട് കുശലം പറഞ്ഞ് മുട്ടി ഉരുമി അങ്ങ് പോയി. എങ്ങോട്ടാ പോയത്? നരകത്തിലേക്ക്. യൂദാസോ യേശുവിനെ മുട്ടി ഉരുമി അങ്ങ് പോയി. എങ്ങോട്ടാ പോയത്? നരകത്തിലേക്ക്. എത്രയോ നല്ല മനുഷ്യർ കർത്താവായ യേശുവിനെ മുട്ടി ഉരുമി അങ്ങ് പോയി. പോയതെങ്ങോട്ടാ? നിത്യ നരകത്തിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഞാനും ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകാൻ പോണേ? ഈ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലും കൂട്ടായ്മയിലും എല്ലാം പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങളത് ചിന്തിക്കാറുണ്ടോ? യെശയ്യാ പ്രവാചകന് കണ്ണ് തുറന്നു കിട്ടി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ അവസ്ഥ മരിച്ച അവസ്ഥയാണ്, ഞാൻ ആത്മാവിൽ ജീവനുള്ളവനല്ല. എന്നെ മരിക്കുമ്പോൾ ദൈവം എന്നോട് പറയില്ല, നീ കാലാവസാനത്തിൽ ഓഹരിലിരിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് ദൈവം എന്നോട് പറയില്ല. ആ നിർണയമാണ് അവിടെ കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ സംഭവിച്ചു നോക്കിയത്? ഉസിയാവ് രാജാവിന് എന്താ സംഭവിച്ചത്? ഉസിയാവിന് നിഗളം വന്നു കയറി. രണ്ടാമത് ഉസിയാവിന് എന്താ സംഭവിച്ചത്? 26-ാം അധ്യായം 8-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും നോക്കാം. അമോന്യരും ഉസിയാവിന് കാഴ്ച കൊണ്ടുവന്നു. അവൻ അത്യന്തം പ്രബലനായി തീർന്നതുകൊണ്ട് അവന്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. അവന്റെ പേര് എല്ലാവരും അറിയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാം അതിൻ്റെ 15-ാമത്തെ വാക്യം, അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. പേര് വന്നു, പ്രശസ്തി വരാൻ തുടങ്ങി, നോട്ടീസിൽ പേര് വരാൻ തുടങ്ങി. ദൈവമക്കളെ എവിടെയും അറിയപ്പെടാൻ തുടങ്ങി. അറിയപ്പെടാൻ തുടങ്ങിയതോടുകൂടെ അഹങ്കാരവും കയറി വരാൻ തുടങ്ങി. ദൈവമക്കളെ, ഈ ആത്മീയ രംഗത്തെ ആപത്തുകൾ വന്നത് എങ്ങനെയാണെന്ന് ഓർക്കുക. അവന് എല്ലാവരും അവനെക്കുറിച്ച് പറയാൻ തുടങ്ങി. എല്ലാവരുടെയും മുമ്പിൽ അവൻ പ്രശസ്തനായി, പേരും എല്ലാം വരാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിച്ചത്? അവൻ ചെയ്യാൻ മേലാത്ത ചിലതെല്ലാം ചെയ്യാൻ തുടങ്ങി. പേരും പ്രശസ്തിയും പ്രതാപവും എല്ലാം കൂടി വന്നപ്പോൾ ചെയ്യാൻ മേലാത്ത ചിലതെല്ലാം ചെയ്യാൻ തുടങ്ങി. കാരണം ആത്മീയ രംഗത്ത് പലരും പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു ദേവാലയമായിരുന്നു, ഏതായാലും പലരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവനൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് തോന്നിയിട്ട് സഹോദരങ്ങളെ, ചിലരെയെല്ലാം അവനങ്ങ് ഒതുക്കാൻ നോക്കി, ചിലരെല്ലാം അങ്ങ് ചെറുതാക്കാൻ നോക്കി. എപ്പോഴും പേരും പ്രശസ്തിയും എല്ലാം വർദ്ധിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും മനുഷ്യർക്ക്.
ഇനി അവനെയൊക്കെ അങ്ങ് ഒതുക്കാം, ഇനി അവനൊക്കെ എന്തിനാ വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ഉസിയാവിന് കേടുവരാൻ തുടങ്ങി. കാരണം ദൈവം ഓരോരുത്തർക്കും ഓരോ കൃപ കൊടുക്കുന്നു, ഓരോരുത്തരെ ഉയർത്തുന്നു. അവിടെ കയറി അവരെ തളർത്താനായിട്ട് ഉസിയാവ് നോക്കുകയാണ്. നശിച്ചത് ആരാണ്? ഉസിയാവ് തന്നെ അവസാനം നശിച്ചു പോയതായിട്ട് നാം മനസ്സിലാക്കും. ദൈവമക്കളെ, ഇത് ആത്മീയ രംഗമാണ്. ഞാനും നിങ്ങളും കൂടി വരുന്ന ആത്മീയ രംഗത്താണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകളും ഓരോ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇവിടെ നാം ഒരാൾ മറ്റൊരാളെ ഒതുക്കാനൊക്കെ നോക്കിയാൽ അവസാനം സംഭവിക്കുന്നത് വേദനാകരമായ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തീയുടെ രംഗമാണെന്നെല്ലാം പറഞ്ഞത്. തീയുടെ രംഗമാണെന്ന് ഞാൻ പറഞ്ഞു. കശീശന്മാരെ പഴയ നിയമകാലത്ത് ഓർപ്പിക്കുമായിരുന്നു. തീയല്ലോ ഈ മദ്ബഹ, തീയതിനെ ചുറ്റുന്നു കഹനകളെ നിങ്ങളിതാ ഈ തീയിൻ ജ്വാലയതിൽ ഏരിയായി വാ സൂക്ഷിപ്പീൻ. ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഉസിയാവ് ചെയ്യാമല്ലാത്തത് ചെയ്യാൻ തുടങ്ങി. ദൈവം മാനിച്ചവനെ അവൻ മാനിക്കുന്നില്ല. ദൈവം മാനിച്ചവരെ ഉസിയാവിന് മാനം തോന്നുന്നില്ല, അവരെ ആദരിക്കാൻ തോന്നുന്നില്ല, അവരെ ബഹുമാനിക്കാൻ തോന്നുന്നില്ല. അവിടെയെല്ലാം അവസാനം ഉസിയാവിന് കുഷ്ഠരോഗം ബാധിച്ചുപോയി. ഇപ്പോഴിതാ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാനും ഒരു നിഗളിയായിരുന്നു, അതുകൊണ്ട് ഞാനും മറ്റുള്ളവരുടെ കുറ്റമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉസിയാവിന് നിഗളമുണ്ടായിരുന്നു, ഉസിയാവ് ഏറ്റുപറഞ്ഞില്ല. പക്ഷേ എനിക്കും നിഗളമുണ്ട്. യെശയ്യാ പ്രവാചകൻ തൻ്റെ പാപം ഏറ്റുപറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആത്മീയ രംഗത്ത് മുന്നോട്ട് പോകണമോ? ആത്മീയ രംഗത്ത് മുന്നോട്ട് പോകണമോ? നിഗളമുണ്ടോ, അഹങ്കാരമുണ്ടോ പരിശോധിച്ച് നോക്കുക. വിമാനാപകടങ്ങൾ, ഏറ്റവും വലിയ വിമാനാപകടം നടന്നത് ആകാശത്തിലല്ല കേട്ടോ. ഏറ്റവും വലിയ വിമാനാപകടം നടന്നത് ഒരു വിമാനത്താവളത്തിൻ്റെ റൺവേയിലാണ്. 2 ബോയിങ് തമ്മിൽ കൂട്ടിയിടിച്ച് 1,500 പേർക്കുള്ളിൽ മരിച്ചു. പക്ഷേ ആകാശത്ത് വെച്ച് വിമാനാപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് കടന്നൽ കയറിയിട്ടാണ്, ചെറിയ കടന്നൽ കയറിയിട്ടാണ് ആകാശത്ത് വിമാനാപകടങ്ങൾ നടന്നത്. ഓർക്കുക, ചെറിയ പാപങ്ങൾ, ചെറിയ തൻ്റെ ഇടം, ചെറിയ തന്നിഷ്ടം, ചെറുതായി ഞാനെന്ന ഭാവം, ഇതെല്ലാമാണ് ഉസിയാവെന്ന രാജാവിനെ കുഷ്ഠരോഗിയാക്കി. ദൈവമക്കളെ, അവൻ വേറെ എവിടെയെങ്കിലും അവൻ്റെ കൊട്ടാരത്തിൽ അത് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. അവൻ്റെ കൊട്ടാരത്തിൽ അവൻ്റെ സ്വാതന്ത്ര്യം പോലെ ചെയ്യാമായിരുന്നു. പക്ഷേ കൊട്ടാരമല്ല, ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ വേലസ്ഥലമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാണുന്ന സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. അവിടെ വന്ന് ആൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ, അവിടെ വന്ന് തൻ്റെ ഇടം കാണിക്കാൻ തുടങ്ങിയപ്പോൾ, അവിടെ ദൈവത്തിൻ്റെ തീ ഇവിടെ ഇറങ്ങി വന്നു. നാം എന്തുമാത്രം താഴുന്നവരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്തുമാത്രം താഴാൻ മനസ്സുണ്ട്, നമുക്ക് എന്തുമാത്രം ഇളയപ്പെടാൻ മനസ്സുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോഴും നീളമുണ്ടോ? ഇപ്പോഴും അഹങ്കാരമുണ്ടോ? നാം മാനിക്കേണ്ടവരെ മാനിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. ദൈവം ഓരോരുത്തരെ കൊടുത്ത ഓഹരിക്കൊത്തവണ്ണം ഓരോരുത്തരെ ദൈവവേല ചെയ്യുന്നു. നമ്മുടെ അഹങ്കാരം മാറ്റണം, നമ്മുടെ നിഗളം മാറ്റണം, ഞാനെന്ന ഭാവം മാറ്റണം. മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് നമുക്ക് എണ്ണുവാൻ സാധിക്കണം. അമ്മായിമ്മയ്ക്ക് പറയാൻ സാധിക്കണം, എൻ്റെ മരുമകൾ എന്നേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. മരുമകൾക്ക് പറയാൻ സാധിക്കണം, എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നേക്കാൾ ചില ശ്രേഷ്ഠതകളുണ്ട്. ഭർത്താവിന് പറയാൻ സാധിക്കണം, എനിക്കില്ലാത്ത ചില ഗുണങ്ങൾ എൻ്റെ ഭാര്യയ്ക്കുണ്ട്. ഭാര്യയ്ക്ക് പറയാൻ പറ്റണം, എനിക്കില്ലാത്ത പല നന്മകൾ എൻ്റെ ഭർത്താവിനുണ്ട്. ദൈവവേലക്കാർക്ക് പറയാൻ സാധിക്കണം, എനിക്കില്ലാത്ത അനേക ഗുണങ്ങൾ മറ്റു പലർക്കും ഉണ്ട്. ആ താഴ്മ നമുക്ക് കിട്ടുന്നുണ്ടോ? അതിനാണ് നാം കാത്തിരിക്കേണ്ടത്. ആ വിനയം കിട്ടാൻ വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്. അത് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ദൈവമക്കളെ,
പറയാൻ എൻ്റെ നാവിന് ത്രാണിയില്ല. പക്ഷേ യെശയ്യാ പ്രവാചകൻ തിരിച്ചറിഞ്ഞു പറഞ്ഞു, അവന് കൃപ കിട്ടി, അവന് ശുദ്ധീകരണം കിട്ടി, അവനന്ന് ശുദ്ധീകരണം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ ഇടത്തും നമ്മുടെ വലത്തും ഇരുന്ന പലരും ഈ ലോകം വിട്ടു പോയില്ലേ? നമ്മുടെ കൂടെ കസേരയിൽ ഇടത്തും വലത്തും വരുന്ന ചിലരെല്ലാം ഈ ലോകം വിട്ടു പോയില്ലേ? നമ്മളോടുകൂടെ പാട്ടുപാടിയ പലരും ഈ ലോകം വിട്ടു പോയില്ലേ? അവരെല്ലാവരും ജന്മനാ വിശുദ്ധരായിരുന്നു. അവരെല്ലാവരും പാപമില്ലാത്തവരായിരുന്നു. നമ്മളോട് വചനം പറഞ്ഞവർ എത്രയോ പേർ ലോകം വിട്ടുപോയി. അവരിൽ പലരും ദൈവരാജ്യത്തിലെത്തിയില്ലേ? എന്തുകൊണ്ടെത്തി? എന്തുകൊണ്ടാണ് അവരെല്ലാവരും എത്തിയത്? അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം, അവർക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൽ അവരാശ്രയിച്ചു. ദൈവപൈതലേ, ദൈവപൈതലേ, പ്രിയ സഹോദരി, നിന്റെ തലകളൊന്ന് ഉണക്കിക്കൊണ്ട്, നീ ജന്മനാ ശുദ്ധിമതിയല്ല, നീ പാപം ചെയ്യാത്തവളല്ല, നീ കറയില്ലാത്തവനല്ല, നീ കറതയുണ്ടാത്തവനല്ല, നീ കറയുള്ളവനാണ്, നീ പാപം ചെയ്തവനാണ്. നിനക്ക് യേശുവിനെ വേണമെങ്കിൽ വീട്ടിലേക്ക് വിളിക്കാം. മാർത്തയ്ക്കും മറിയയ്ക്കും യേശുവിനെ വീട്ടിലേക്ക് വിളിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിളിക്കാം. അതിന് പദവി വേണമെന്നില്ല, പണം വേണമെന്നില്ല. യേശുവിനെ വീട്ടിലേക്ക് വിളിക്കാൻ വിദ്യാഭ്യാസം വേണമെന്നില്ല. ആ മാർത്തയും മറിയും യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചു. യേശു ചെന്നുവിട്ടോ? നിങ്ങൾക്കും വിളിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ വീട്ടിലേക്ക് ആദ്യം വിളിച്ചത് ഒരു പ്രജാതിക്കാരനായ ആ ശതാധിപനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ദാസന് വേണ്ടിയാണ് വിളിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിലെ യേശു പോകാൻ തയ്യാറായിരുന്നു കേട്ടോ. ഇന്ന് നിങ്ങൾ വിളിച്ചാൽ അവൻ വരാൻ തയ്യാറാണ്. ഇന്ന് നിങ്ങൾ വിളിച്ചാൽ അവൻ വീട്ടിലേക്ക് വരികയും ചെയ്യും. നിങ്ങൾക്ക് ആർക്കെല്ലാം വിളിക്കാൻ ആഗ്രഹമുണ്ട്? ആർക്കെല്ലാം കൊതി തോന്നുന്നുണ്ട്? യേശുവിനെ ഒന്ന് വിളിച്ചു നോക്കാൻ കൊതി തോന്നുന്നുണ്ട്. യേശുവിനെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. മാർത്തയും മറിയയും ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാവോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തിനാണ് മറിയെ വിളിച്ചത്? അവൻ്റെ കാൽക്കീഴിലൊന്നിരിക്കാനാണ്. എന്തിനാണ് മറിയെ വിളിച്ചത്? അവൻ്റെ പാദം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ പാദം ഒന്ന് കഴുകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, യേശുവിനെ വീട്ടിലേക്ക് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിൽ ചില വില പറഞ്ഞവരുണ്ട് കർത്താവേ. അതിൻ്റെ വേലക്കാരനോ അതിൻ്റെ അമ്മായിമ്മയോ അതിൻ്റെ മരുമകളോ ഒക്കെ ആയിരിക്കാം എൻ്റെ വില പറഞ്ഞവരാണ് കർത്താവേ. അതൊക്കെ വില പറഞ്ഞവരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നാലും ഉള്ളിലൊരു സ്നേഹം തോന്നിയത് കൊണ്ടാണ് അവൻ വില കുറഞ്ഞ ദാസന് വേണ്ടി യേശുവിനെ വിളിക്കാൻ വന്നത്. യേശു അത് കണ്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വില കുറഞ്ഞവനെ മാനിക്കുന്ന വിലയുള്ള ആ ഹൃദയം യേശു കണ്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ഹൃദയമുണ്ടോ? വില കുറഞ്ഞവരെ മാനിക്കുന്ന വിലയുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടോ? ആ പട്ടാളക്കാരന് അങ്ങനെ ഒരു ഹൃദയമുണ്ടായിരുന്നു. വില കുറഞ്ഞവനെ മാനിക്കുന്ന ഒരു ഹൃദയമുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ യേശു പോകാൻ പോയെങ്കിൽ, എൻ്റെ പ്രിയ ദൈവത്തിലെ, ഇന്ന് യേശു നിന്നെ സന്ദർശിക്കുകയാണ്. ആരെല്ലാം യേശുവിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്? നമുക്ക് വിളിക്കാം. യേശുവേ, കടന്നു വരണമേ, എൻ്റെ വീട്ടിലേക്കൊന്ന് വരാവോ? മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് പോയ യേശുവേ, ശതാധിപന്റെ വീട്ടിലേക്ക് പോകാൻ മനസ്സ് വെച്ച യേശുവേ, കാലെടുത്ത് വെച്ച യേശുവേ, എൻ്റെ ഭവനത്തിലേക്കൊന്ന് രോഗം മാറ്റാനൊന്ന് വരാവോ? വേദന മാറ്റാനൊന്ന് വരാവോ? എൻ്റെ പ്രിയപ്പെട്ടവർ ചിലർ രോഗിയായി കിടക്കുന്നു. പ്രിയപ്പെട്ടവർ ചിലർ വേദനയേറ്റ് കിടക്കുന്നു. കർത്താവേ, ഒന്ന് കടന്നു വരാവോ? ഒന്ന് കടന്നു വരാവോ? ഒന്ന് കടന്നു വരാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊന്ന് കാല് കഴുകാൻ വേണ്ടിയാണ്. ഒന്ന് കടന്നു വരാവോ? കരങ്ങൾ ഉയർത്തി നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുവേ, ഒന്ന് കടന്നു വരാവോ? യേശുവേ, ഒന്ന് കടന്നു വരാവോ? നസ്രായനായ യേശുവേ, ഒന്ന് കടന്നു വരാവോ? ഹല്ലേലൂയ. അവൻ വരുന്നവനാണ്, അവൻ വരുന്നവനാണ്. ദൈവത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിൽ നീ മോചനം പ്രാപിക്കുക. നീ പാപം ഏറ്റുപറയുക. നീ സമ്പൂർണ്ണമായും പാപക്ഷമ പ്രാപിക്കുക. യേശു നിന്റെ തലമേൽ ഇറങ്ങട്ടെ. ആത്മാവ് നിന്റെ തലമേൽ ഇറങ്ങട്ടെ. തീ നിന്റെ തലമേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിങ്ങൾ തീയുള്ളവരായി തീരുക. നല്ല ദൈവമേ, കരങ്ങളെ താഴ്ത്തിയിടുക. സമാധാനത്തിനായി സ്തോത്രം, തന്ന സ്നേഹത്തിനായി സ്തോത്രം, തന്ന അരുളപ്പാടുകൾക്കായി സ്തോത്രം. നിന്റെ മക്കളെ ശുദ്ധീകരിച്ച് വലിയ വേലയ്ക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.